വീണ വിജയൻ്റെ മൊഴിയെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചോദ്യമുനയിൽ എന്തായാലും വീണ വിജയനോട് ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചറിയാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 40ഓളം ED ഉദ്യോഗസ്ഥന്മാർ ഈ റെയ്ഡിൽ വിവിധ 12 ഇടങ്ങളിൽ പങ്കെടുക്കുന്നുവെന്നും ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംയുക്തമായി ED നടത്തുന്ന റെയ്ഡാണ്. ഡൽഹിയിലെ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ റെയ്ഡ്. അതുപോലെ പിണറായിയുടെ ഔട്ട് ഹൗസിലും അദ്ദേഹം സാധാരണ വന്നാൽ താമസിക്കുന്ന ഔട്ട് ഹൗസിലും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു എന്ന വിവരമുണ്ട്. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടി ചേരുന്നു. അജീഷ്, അദ്ദേഹത്തിൻ്റെ ഔട്ട് ഹൗസിലേക്കും അന്വേഷണം എത്തിയെന്നാണ് വിവരം. എവിടെയാണ് ഈ ഔട്ട് ഹൗസ്? വളരെ ദൂരത്തിലാണോ? SKN ഈ വീടിന്റെ തൊട്ട് പിന്നിൽ തന്നെയാണ് ഈ ഔട്ട് ഹൗസ് ഉള്ളത്. അതിനകത്തേക്കാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കയറിയിട്ടുള്ളത്. ഈ പിണറായിയുടെ പ്രധാനപ്പെട്ട വീടിന്റെ പരിശോധന ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷമാണ് ഉദ്യോഗസ്ഥർ ഈ ഔട്ട് ഹൗസിലേക്ക് കടന്നത്. ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ ആയിട്ടുണ്ട് ഇവിടെ പരിശോധന. 1 മണിക്കൂർ ആയിട്ടുണ്ട് ഇവിടെ പരിശോധന തുടങ്ങിയിട്ട്. പിണറായിയുടെ പ്രധാന വീടിന്റെ പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഇപ്പോൾ ഔട്ട് ഹൗസിനകത്തേക്ക് കയറുന്നത്. ഈ ഔട്ട് ഹൗസ് എന്ന് പറയുമ്പോൾ ഈ പിണറായി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഈ പ്രധാന വീട്ടിലെ പരിശോധന നടത്തിയതിനു ശേഷം ED ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന വലതുഭാഗത്തായി കാണുന്ന ഈ ഔട്ട് ഹൗസിലേക്കും അവരുടെ പരിശോധന നടക്കുകയാണ്. അജീഷ്, തുടരാം. SKN ഈ പിണറായി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ടായിരുന്ന അംഗങ്ങളായിരുന്നു ഈ ഔട്ട് ഹൗസിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അങ്ങനെയാണ് ഈ ഔട്ട് ഹൗസ് പ്രവർത്തിച്ചിരുന്നത്. ആ ഔട്ട് ഹൗസിലാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി കയറിയിട്ടുള്ളത്. ആ പ്രധാന വീടിന്റെ തൊട്ട് പിന്നിലായിട്ട് തന്നെയാണ് ഈ ഔട്ട് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ കയറി. ഈ പ്രധാന വീടിന്റെ പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇതിനകത്തേക്ക് കയറിയത്. കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർ തിരിച്ച് ഇറങ്ങുകയായിരുന്നു. ഇത് പിണറായിയുടെ ഓഫീസിലുണ്ടായിരുന്ന സ്റ്റാഫുകളാണ് അദ്ദേഹം ഇവിടെ വരുമ്പോൾ താമസിച്ചിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 6 ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇപ്പോൾ പിണറായിയുടെ ഈ പാണ്ഡ്യാലമുക്കിലെ വീട്ടിൽ പരിശോധന നടത്തുന്നു. അദ്ദേഹത്തിന്റെ കെയർ ടേക്കറും ഒപ്പമുണ്ട്. വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥർ, കേന്ദ്രസേനയിലെ വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് ഇവിടെ ഈ കാവൽ നിൽക്കുന്നത്. ഈ ഇപ്പോൾ ഈ ഔട്ട് ഹൗസിൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഈ ഉദ്യോഗസ്ഥർ പ്രധാന വീട്ടിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ. കയറി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ തിരിച്ച് ഇറങ്ങുകയായിരുന്നു. എന്തായാലും 1 മണിക്കൂറാകുമ്പോൾ തന്നെ പിണറായി പാണ്ഡ്യാലമുക്കിലെ വീട്ടിലെ പരിശോധന ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായി കൈകൾ രേഖകളും മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒരു ഫയൽ മാത്രമാണ് ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ED ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഒരു ഫയൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. മറ്റു ഉദ്യോഗസ്ഥരുടെ കയ്യിൽ മറ്റെന്തെങ്കിലും പിടിച്ചെടുത്തതായിട്ടൊന്നും തന്നെ വ്യക്തമല്ല, ദൃശ്യങ്ങളിൽ നിന്ന് നിലവിൽ വ്യക്തമല്ല. എന്തായാലും ഈ ഗേറ്റിനകത്ത് കടക്കാൻ ഉദ്യോഗസ്ഥർ ആരെയും അനുവദിക്കുന്നില്ല. നിലവിൽ ഇപ്പോൾ ഈ പാർട്ടി പ്രവർത്തകർ കൂടുതൽ പേർ ഇപ്പോൾ ഈ പിണറായിയുടെ വീടിന് മുന്നിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധത്തിന് തന്നെ പിണറായി പാണ്ഡ്യാലമുക്കിലെ ഈ വീടിന്റെ ഈ ഭാഗത്ത് വലിയൊരു പ്രതിഷേധത്തിന് തന്നെ CPM നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തിയ ശേഷമായിരിക്കും ഈ പ്രതിഷേധം അടക്കമുള്ളവ നടത്തുക. എന്തായാലും വലിയൊരു അതായത് ഈ പിണറായി പാണ്ഡ്യകുമാറാണ് തത്സമയം ചേർന്ന്. ഇനി കോഴിക്കോട്ടേക്ക് ദീപക് തർമ്മടം കൂടി നമുക്കൊപ്പം ചേരുന്നു. ദീപക്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ഇവിടെ റിയാസിന്റെ വീട്ടിൽ, മുൻമന്ത്രി റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അതുപോലെ തന്നെ ഈ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട 12 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ ED സ്ഥിരീകരിക്കും. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം ഇപ്പോൾ കൊട്ടൂളിയിലുള്ള PM അബ്ദുൽ ഖാദർ IPSന്റെ പേരിലുള്ള വീടാണ്. റിയാസിൻ്റെ ബാപ്പയാണത്. ആ ബാപ്പയുടെ പേരിലുള്ള ഈ വീട്ടിൽ തന്നെയാണ് റിയാസ് നാട്ടിലുള്ളപ്പോൾ താമസിക്കാറുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. 7 മണിക്കാണ് റെയ്ഡ് തുടങ്ങിയത്. മുമ്പിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതാ CISFന്റെ സായുധ സേന ഉദ്യോഗസ്ഥർ പുറത്തു നിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ED റെയ്ഡ് നടക്കുമ്പോഴുള്ള നടപടിക്രമം തന്നെയാണ്. വീട് സുരക്ഷാ ബന്ദോബസ്തിലേക്ക്, കസ്റ്റഡിയിലേക്ക് എടുക്കും. അതിനുശേഷമാണ് റെയ്ഡ് നടക്കുക. അങ്ങനെ ആ റെയ്ഡ് പുരോഗമിക്കുന്നു. ഇതിൽ 2 പേരെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് ED ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അത് ഒന്ന് സരിൻ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അത് കരിമണൽ കർത്തയുടെ മകനാണ് എന്നുള്ളതാണ് വിവരം ലഭിച്ചത്. മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെയുമാണ് ചോദ്യം ചെയ്യുന്നതെന്ന് ED സ്ഥിരീകരിക്കുന്നു. EDയുടെ കൊച്ചിയിലെ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 3 ആണ് ഈ അന്വേഷണം നടത്തുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.